ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള അവസാന വിനാഴികയിൽ പരസ്യജീവിത കാലത്തെ യേശുവിനെ നമ്മുടെ മുമ്പിൽ തിരുവചനം പരിചയപ്പെടുത്തുകയാണ്. അവിടുന്ന് കടന്നുപോയ വഴികളിൽ, അവിടുന്ന് പ്രബോധനങ്ങൾ നൽകിയ മേഖലകളിൽ, അവിടുത്തെ സാന്നിധ്യമുണ്ടായിരുന്നിടത്തൊക്കെ രോഗികളും ബലഹീനരും ആലംബഹീനരുമായവർ തടിച്ചുകൂടുന്നു. മുടന്തർ സുഖം പ്രാപിക്കുന്നു, അന്ധർ കാഴ്ച നേടുന്നു, വികലാംഗര് നടക്കുന്നു. ദൈവത്തിന് അത്ഭുതകരമായ കരങ്ങൾ അവിടെ ദർശിതമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന അനുഭവമാണ് എന്ന് നമുക്കറിയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ദൈവജനത്തെ വിശുദ്ധിയിൽ, വിശ്വാസ ജീവിതത്തിൽ ആഴത്തിൽ വേരുവാകി ഉറപ്പിക്കുന്ന തമ്പുരാൻ്റെ അനുഗ്രഹ വഴികളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. യേശുവിൻ്റെ അത്ഭുതകരമായ സൗഖ്യ ശുശ്രൂഷ വഴി അനേകർ രോഗങ്ങളിൽ നിന്ന് സുഖമാക്കപ്പെടുകയും സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം അവരുമായിട്ട് പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുമ്പോൾ ജനക്കൂട്ടം വിസ്മയിക്കുന്നു. സ്വർഗരാജ്യ സങ്കല്പത്തെ ദൂരെ നിന്ന് പ്രതീക്ഷയോടെ വിസ്മയഭരിതരായി അവർ നോക്കി നിൽക്കുന്നു. സഭയുടെ വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെ സഭാതനയരുടെ, സഭാ നേതൃത്വത്തിൻ്റെ, ആത്മീയ ശുശ്രൂഷകരുടെ നേതൃത്വത്തിൽ ദൈവം അത്ഭുതകരമായി ഇന്നും സഭയെ നയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. രോഗസൗഖ്യത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും മേഖലയായിട്ട് തിരുസഭ വളരുമ്പോൾ ദൈവത്തോട് കൂടെയായിരിക്കുന്നതിൻ്റെ അഭിമാനവും സന്തോഷവും ഹൃദയത്തിൻ്റെ പുണ്യമായി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുറവുകളെക്കുറിച്ച് ഓർക്കാനും ദൈവം ഇന്നോളം ചൊരിഞ്ഞു നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും ബലഹീനതകളെയും വീഴ്ചകളെയും ഓർത്ത് പരിതപിച്ച് പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദൈവത്തോട് കൂടെയായിരിക്കുന്നതിൻ്റെയും ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഹൃദയ പരമാർത്ഥതയോടെ നമുക്ക് അവിടുത്തോട് ചേർന്ന് നിൽക്കാം. വിലപിടിപ്പുള്ള നിധി എൻ്റെ കരങ്ങളിൽ അവൻ സുരക്ഷിതമായി വെച്ച് തന്നിരിക്കുന്നു എന്ന ബോധ്യത്തോടെ തമ്പുരാൻ്റെ പ്രീതിഭാജനങ്ങളായി മാറി മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഭാതനയരുടെ വലിയ ഉത്തരവാദിത്വവും ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് സഭയുടെ ആത്മീയ ശുശ്രൂഷകരായി നമുക്ക് മാറാം. നമുക്ക് ചുറ്റുമുള്ളവരെ ആത്മീയ ആനന്ദത്തിലേക്കും സ്വർഗീയ അനുഭവത്തിലേക്കും നയിക്കുന്ന ഉപകരണങ്ങളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദിവികാരനാഥൻ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.